நிலச்சரிவால் பாதிக்கப்பட்ட முண்டக்கை பகுதியில் ரேடார் உதவியுடன் மீட்புப் பணி நடைபெற்று வரும் நிலையில் அது குறித்து சுல்தான் பத்தேரி சட்டமன்ற உறுப்பினர் பாலகிருஷ்ணன் புதிய தலைமுறைக்கு அளித்த பேட்டியை தற்போது பார்க்கலாம். சுல்தான் புத்தேரி தொகுதியினுடைய எம்எல்ஏ பாலகிருஷ்ணன் இருக்காரு. அவர்கிட்ட இந்த நிகழ்வு குறித்து, இந்த மீட்பு பணிகள் குறித்து கேட்கலாம். சார் வணக்கம் சார். சார், இப்போ இவ்வளவு பெரிய ஒரு டிசாஸ்டர்ல സയൻസ് ആൻഡ് ടെക്നോളജിയെ യൂസ് பண்ணி ഇதை ഡിറ്റക്ട് பண்றாங்க. ഇത് எப்படி சார் பாசிபிள்? ഈ ലഡാറിന്റെ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു ജീവന്റെ മിടുപ്പ് ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് NDRFും സേനാംഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥന്മാരെല്ലാം കൂടി വളരെ ഗൗരവമായി ശ്രദ്ധാപൂർവം കിറ്റാച്ചൊക്കെ വെച്ച് മണ്ണ് നീക്കി പരിശോധന നടത്തി വരുന്നത്. ഒരു മനുഷ്യജീവനെങ്കിലും കണ്ടെത്തി രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഈ പ്രദേശത്ത് നിരവധി ജീവൻ പൊലിഞ്ഞു, നിരവധി വീടുകൾ തകർന്നു, നിരവധി മൃഗങ്ങൾ അകപ്പെട്ടു. വലിയ സങ്കടകരമായ ഒരു സംഭവമാണ് ഇന്ന് മുണ്ടക്കൈ, പുഞ്ചിരിമുട്ടം, ചൂരൽമല പ്രദേശത്ത് നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിൽ സേനാംഗങ്ങളും NDRFും റെസ്ക്യൂ ടീമും ഉൾപ്പെടെയുള്ള എല്ലാവരും ഏകോപനപരമായുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഈ 4 ദിവസമായി തുടരുന്നത്. നിരവധി ബോഡികൾ കിട്ടി. അതോടെ ഇനിയും ബോഡികൾ കിട്ടാനുണ്ട് എന്ന് അവരുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം വളരെ ഗൗരവമായി ഊർജിതപ്പെടുത്തി ലഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നിരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിവരുന്നത്. கிட்ட NDRF அதிகாரிங்க என்ன சொல்றாங்க, இந்த இடத்துல இருக்கிறத பத்தி என்ன சொல்றாங்க சார்? ഒരു ജീവന്റെ മിടുപ്പുണ്ട് എന്ന് ലഡാർ സ്ഥിരീകരിച്ചത് കൊണ്ടാണ് ഒരു 50 മീറ്ററിന്റെ ഉള്ളിൽ, അതെവിടെയാണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ സെർച്ച്